25-ാം തീയതി തൈക്കാട് ഗണേശം ഓഡിറ്റോറിയം, സൂര്യ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഗണേശം ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. ഞങ്ങൾ കലാപരിപാടികൾ കുട്ടികളുടെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ആ ദിവസം സ്റ്റേജിൽ കയറിയിരിക്കും എന്നുള്ളതാണ്. വേറൊന്ന് വിദ്യാമയെ പറ്റി അനുസ്മരണം. വിദ്യാമയെക്കുറിച്ച് വിദ്യാമയുടെ സുഹൃത്തുക്കൾ സംസാരിക്കും. അതുകൂടാണ്ട് ഞങ്ങളൊരു 4 വിഭാഗത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കും. അത് എല്ലാ വർഷവും കവിയൂർ പൊന്നമ്മ, മധു സാർ, ഇങ്ങനെ ഉള്ളവർക്കെല്ലാം നമ്മളിത് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത് പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിനും രാഘവൻ മാഷ്, പണ്ടത്തെ നമ്മുടെ അതുല്യ നടൻ രാഘവൻ മാഷിനുമാണ് ശ്രീവിദ്യാ കലാനിധി പുരസ്കാരം കൊടുക്കുന്നത്. അതുപോലെ ഗുരുക്കന്മാരെ ആദരിക്കാൻ വേണ്ടി ഉള്ളൊരു ഗുരു പുരസ്കാരം, അത് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് ജേതാവായ അംബിക ടീച്ചറെ ആദരിക്കുന്നു. അത് മാത്രമല്ല, ടീച്ചറിലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആയുർവേദിക് മെഡിസിൻ്റെ ഒരു ഗാർഡൻ ടീച്ചർ ഉണ്ടാക്കുകയും ടീച്ചറിന് അതൊരു വലിയൊരു കാർഡ് തന്നെ ഉണ്ട്. അതുകൂടാതെ കോട്ടൺ ഹിൽ പോലെയുള്ള സ്കൂളുകളിൽ ഓരോ ഗാർഡൻ ടീച്ചർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ചില സ്കൂളുകാർ അത് പരിപാലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ അങ്ങനത്തെയൊക്കെയുള്ളൊരു പ്രവർത്തനം കണക്കിലെടുത്ത് ടീച്ചറിന് ഗുരു പുരസ്കാരം. അതുകൂടാണ്ട് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ ഒരിക്കലും ലൈം ലൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ടീച്ചറിനെ ഭയങ്കര ഡിസേർവിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ടീച്ചറിനെ ഒന്ന് ആദരിക്കണം. ടീച്ചറിന് കുറച്ച് രോഗം ഒക്കെ ഉള്ളതുകൊണ്ട് ടീച്ചർ ഇപ്പോൾ അധികം പുറത്ത് പോകുന്നില്ല, എന്നാലും ഷീസ് ഓക്കെ. അപ്പോൾ ടീച്ചറെ ഞങ്ങൾ ആദരിക്കുന്നു. അടുത്തത് ഒരു അതുല്യ പ്രതിഭയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത്ഭുതമെന്ന് തോന്നാവുന്ന രീതിയിൽ വയലിൻ വായിക്കുന്ന ഗംഗക്കുട്ടിക്ക് ഞങ്ങൾ ബാലപുരസ്കാരം, ആ പുരസ്കാരം ഈ വർഷം മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു അതുല്യ പ്രതിഭയ്ക്ക് തന്നെ അത് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഗംഗമോളെയാണ് ഞങ്ങളതിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് കർമ്മ പുരസ്കാരം. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് വേണം. ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ശക്തി പുരുഷന്മാർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അങ്കിളാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്കിളിൻ്റെ ആ ഒരു ഇതിനും നമ്മളൊരു കോട്ടം വരുന്ന രീതിയിൽ പെരുമാറാത്ത രീതിയിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ കർമ്മ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഓൺട്രപ്രനേഴ്സിന്, സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് ഒന്ന് ചോറ്റുപാത്രം എന്ന് പറഞ്ഞിട്ട് 45 രൂപയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ചോറ്റുപാത്രം. ഇന്നിപ്പോൾ അവർ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഐസ്ക്രീമും അതും ഇതുമൊക്കെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ താഴേക്കിടയിൽ നിന്ന് പൊങ്ങി വന്ന ഒരു സ്ത്രീയാണ് ശാലിൻ. അവർക്കാണ് കർമ്മ അവാർഡ്സ് എന്ന്. രണ്ടാമത് സന്ധ്യ ഗ്യാസ്, അതിൻ്റെ ആൾ സേതു ശിവൻകുട്ടി. കോവിഡ് കാലത്തൊക്കെ എല്ലാവരും വീട്ടിൽ അടഞ്ഞിരുന്ന സമയത്തും അവരൊരുപാട് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ടുള്ളൊരു അനുഭവമുണ്ട്. അതിൻ്റെ പുറത്താണ് ആ അവാർഡ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ തന്നെ അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് അംഗീകാരം കൊടുക്കേണ്ടവരുള്ളത് കൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഓരോരുത്തരെ കണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ആളെ ഞങ്ങളിപ്പോഴേ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു അവാർഡ് കരുണ അവാർഡ്. ഇത് റുക്സി തച്ചറിക്കൽ എന്ന് പറഞ്ഞിട്ട് വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി, പക്ഷേ അത് കാസർഗോഡാണ്. അവിടെ ഇരുന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ, തച്ചറക്കൽ ഫാമിലിയിലെ കുട്ടിയാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാനിതിന് അർഹയാണോ എന്നാണ് ആ കുട്ടി ആദ്യം എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ കുട്ടിക്കാണ് കരുണാ പുരസ്കാരം. മറ്റൊന്ന് ശൈലജ ശരത്, ഒരു പ്രവാസി ആണ്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവർ 1500-ൽ പരം തയ്യൽ മെഷീനുകൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്തൊരു കാര്യം, വിധവകൾക്ക് 1500-ഓളം തയ്യൽ മെഷീനുകൾ സമ്മാനിച്ചു. അവർക്കൊരു ഉപജീവനമാവണം എന്നുള്ളത്. അത് ഒരു ചെറിയൊരു സർവീസ് മാത്രമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് നിർധനരായ കുട്ടികൾക്ക് കല്യാണം കഴിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പേർക്ക് തന്നെത്താനെ ജോലി ചെയ്യാനുള്ള പെട്ടിക്കട ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തത് നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ശൈലജ ശരത്. അപ്പോൾ ഇങ്ങനെയുള്ള 9 അവാർഡുകളാണ് നമ്മൾ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ശ്രീവിദ്യയെ പറ്റി വളരെ പ്രശസ്തയായ ഒരു കലാകാരിയാണ്. ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവരുടെ കാലഘട്ടം. പ്രത്യേകമായി അവരെ അടയാളപ്പെടുത്താവുന്നതാണ് ശ്രീവിദ്യയുടെ ജീവിതവും അവരുടെ കലാസപര്യയുമൊക്കെ. അതുകൊണ്ടാണ് ശ്രീവിദ്യ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി എന്നുള്ളത് അഞ്ജിതയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടു. എൻ്റെ ഭാര്യയായിരുന്നു അതിൻ്റെ മെയിൻ പേട്രൺ. പക്ഷേ അവരന്തരിച്ചതിന് ശേഷം ഞാൻ കുറച്ചാളും കൂടെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും നടത്തുന്നത് അഞ്ജിതയാണ്. നിങ്ങൾക്കെല്ലാം അഞ്ജിതയെ അറിയാമെന്ന് എനിക്കറിയാം. സിനിമാ നടിയാണ്, നാടക നടിയാണ്. അതുപോലെ നൃത്തം പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രശസ്തയായ ഒരു കലാകാരിയാണ്. അപ്പോൾ അവരാണ് ഈ ശ്രീവിദ്യ കലാനികേതൻ നടത്തുന്നത്. അത് എല്ലാ വർഷവും പരിപാടികൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കാറുമുണ്ട് പ്രശസ്തരായ കലാകാരികൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ. ശ്രീവിദ്യ കലാനികേതൻ കൾച്ചറൽ സൊസൈറ്റി 14 വർഷമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
കലാരംഗത്താണ്. നൃത്ത വിദ്യാലയങ്ങളാണ് 4 സെൻറ്റേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ശ്രീവിദ്യ കലാനികേതൻ ഡാൻസ് സ്കൂളാണ്, ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളാണ്. വിദ്യാമ്മയുടെ വീട്ടിലാണ് നമ്മളതിൻ്റെ പ്രവർത്തനം ആദ്യം ആരംഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ക്ലാസ് കുറച്ച് പുറത്തോട്ട് വ്യാപിപ്പിച്ചു. ഇനി 4 സെൻറ്റേഴ്സുണ്ട്. അരശുമൂട് ജംഗ്ഷനിൽ ഭജനമഠം ഹാള്, മുറിഞ്ഞപാലം ജഗതി മേധാശക്തി കിൻഡർ ഗാർഡൻ, പിന്നെ ജവഹർ നഗറിൽ ലേഖ ആൻറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഹാളുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഡാൻസ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തന രീതി. ഇത് പ്രീത ശ്രീവിദ്യ കലാനികേതൻ്റെ സെക്രട്ടറിയാണ്. അനിത വൈസ് പ്രസിഡൻ്റാണ്. ജോയിൻറ്റ് സെക്രട്ടറിയാണ് രാജി.